ഹായ് മക്കളെ, അൻമോ സാറാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിൻ്റെ അകത്ത് വെച്ചിട്ട് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അല്ലേ, വൃത്തങ്ങളും കോണുകളും എന്ന് പറയുന്ന ചാപ്റ്റർ ഇത്രമേൽ ടൈറ്റ് ആണ് എന്ന് പറയാനുള്ള കാരണം, ടഫാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ കുറേ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അധികം ഒന്നും വേണ്ട, ഒരു 9 പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കും. അതിൽ 8 എണ്ണോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ളതും 1 പുറത്തുള്ളതാണ്. അത് മാത്രം പഠിച്ചാൽ മതി മക്കളെ, നമ്മുടെ പ്രൂവ് ദാറ്റിൻ്റെ പ്രോബ്ലംസ് ഒക്കെ എളുപ്പം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ എൻ്റെ മക്കൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ അകത്ത് ജോയിൻ ചെയ്തോളുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നോക്കാം, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വേഗം എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ളതാണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കുക. ചോദ്യം ഇങ്ങനെയാണ്, പ്രൂവ് ദാറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമാണ് എന്ന് തെളിയിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ ആദ്യം ചിത്രം ഒന്ന് വരയ്ക്കുക. ഇങ്ങനെയാണ് അർദ്ധവൃത്തത്തിൽ വരയ്ക്കുന്ന ഒരു കോൺ, ഇങ്ങനെ വരയ്ക്കുന്ന കോൺ 90 ഡിഗ്രി ആണ് എന്ന് തെളിയിക്കണം. ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്ന കേന്ദ്രകോണ് എന്ന് പറയുന്ന 150 ആയതുകൊണ്ട് മുകളിലത്തെ ആംഗിൾ 90 അങ്ങനെ പറയാം. പക്ഷേ നമ്മൾ അങ്ങനെയല്ല പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സർക്കിളിൻ്റെ സെൻട്രലിൽ നിന്ന് നമ്മളിതാ ഈ കോണിലേക്ക് ഇങ്ങനെ ഒരു സാധനം കട്ട് ചെയ്തു. ഇങ്ങനെ ഒരു സാധനം കട്ട് ചെയ്ത് കഴിഞ്ഞാലടാ ഈ ആംഗിൾ ഞാൻ എക്സ് കൊടുത്തു, ഈ ആംഗിൾ ഞാൻ വൈയും കൊടുത്തു. അങ്ങനെ വരുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ആംഗിള്, ആ ട്രയാങ്കിളിൻ്റെ ആ ആംഗിൾ, ആ ത്രികോണത്തിൻ്റെ ആ ആംഗിൾ അതും എന്തായിരിക്കും, എക്സ് ആയിരിക്കും. കാരണം അത് സമപാർശ്വ ത്രികോണമാണ്, ഐസോസിലസ് ട്രയാങ്കിളാണ്. അപ്പോൾ അത് എക്സ് കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി എന്ന് പറഞ്ഞാൽ, ഇത് വൈ ആണെങ്കിൽ ഇതും വൈ. ആ ചിത്രം ആദ്യം വരച്ചു വെക്കുക. എന്നിട്ട് നമുക്കതൊരു ട്രയാങ്കിൾ അല്ലേ, ട്രയാങ്കിളിൻ്റെ മൊത്തം ആംഗിൾ കൂട്ടി നമുക്ക് 150 കിട്ടണം. അതായത് അവിടെ 2 എക്സും ഉണ്ട്, അതേപോലെ 2 വൈ ഉണ്ട്, കൂട്ടിയാൽ 150 കിട്ടണം. ഇതിൽ നിന്ന് നമ്മൾ 2 എന്ന് പറയുന്ന വില പുറത്തെടുക്കുന്നു. അപ്പോൾ എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 180. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ അല്ലേ മുകളിലത്തെ ആംഗിൾ, ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180/2. എത്ര കിട്ടിയടാ? 90 കിട്ടി. 90 എന്ന് പറഞ്ഞാൽ മട്ടകോണല്ലേ, അല്ലേ, റൈറ്റ് അല്ലേ. അപ്പോൾ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമാണ് എന്ന് പറയുന്ന പ്രൂഫിൻ്റെ ഇതാണ്. ഇത്ര ഇങ്ങനെ എഴുതിയാൽ ഫുൾ മാർക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇൻ ദ പിക്ചർ a semicircle is drawn with a line as diameter and a smaller semicircle with half this line as diameter. Prove that a line joining the point where the semicircle meets to any point on the larger semicircle is bisected by the smaller semicircle. ഓക്കെ, ചിത്രത്തിൽ ഒരു വര വ്യാസമായി വലിയ അർദ്ധവൃത്തവും വരയുടെ പകുതി വ്യാസമായി ചെറിയ അർദ്ധവൃത്തവും വരച്ചിരിക്കുന്നു. ഇവ കൂട്ടിമുട്ടുന്ന ബിന്ദുവും വലിയ അർദ്ധവൃത്തത്തിലെ ഏതു ബിന്ദുവും യോജിപ്പിക്കുന്ന വരയെ ചെറിയ അർദ്ധവൃത്തം സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. ഇങ്ങനത്തെ ചോദ്യം വന്നുള്ള പ്രശ്നം എന്താ അറിയോ? ഇത് വായിച്ചാൽ മനസ്സിലാകുക. അതാണ് നമ്മൾ പലരെയും പ്രശ്നം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ 2-3 തവണ വായിച്ചു നോക്കുക. ഐഡിയ എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങളിവിടെ ചിത്രം കാണുന്നുണ്ടോ? ഞാൻ ആ ചിത്രം വെച്ചാണ് കംപ്ലീറ്റ് പറയുന്നത്. ഇവിടെ ഒരു വലിയ സെമി സർക്കിൾ ഉണ്ട്, അർദ്ധവൃത്തമുണ്ട്, ഒരു ചെറിയ അർദ്ധവൃത്തമുണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു വര വരച്ചിട്ടുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ വരയെ ആ അർദ്ധവൃത്തം, ചെറിയ അർദ്ധവൃത്തം അല്ലേ, സ്മോളർ സെമി സർക്കിള് ഈക്വലി ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ മക്കൾ നോക്കിക്കോ, ഞാൻ ഇതിന് പേര് കൊടുക്കുന്നു. ഇതിന് ഞാനൊരു എ, ഓക്കെ, എ, ഇതിന് ബി, ഇങ്ങനെ കൊടുത്തു, എ ബി സി, ഇത് ഡി, ഇവിടെ ഒരു ഇ കൊടുത്തു. എ ബി സി ഡി എന്ന് പറയുന്ന പേര് കൊടുത്തു. വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കട്ടിയാക്കി തരാം. എ ബി സി ഡി ഇ, ഇങ്ങനെ കട്ടിയാക്കി. ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് അറിയോ മക്കളെ? എടാ, ഞാനിത് അവിടുന്ന് ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കുന്നു, അതേപോലെ ഇവിടുന്ന് ഒരു ലൈന് വരയ്ക്കുന്നു. ഇങ്ങനെ 2 ലൈന് വരയ്ക്കുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്തു. മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അത് ഇങ്ങനെയുള്ളൊരു ട്രയാങ്കിൾ നമുക്ക് ഫോം ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഫാം. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇവിടെ ഇ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നോക്ക്, എടാ ഇത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ, ഇതും 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നൊരു കാര്യം, ഞാനിത് എഴുതാം. ആംഗിൾ, ഏത് ആംഗിൾ? ആംഗിൾ എ ഡി ഇ ഈക്വൽ ടു ആംഗിൾ എ സി ബി, രണ്ടും എന്താണ്? 90 ഡിഗ്രിയാണ്.
അങ്ങനെ 90 ഡിഗ്രി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ആ രണ്ട് വരകളും ഡി ഇ എന്ന് പറയുന്ന വര സി ബിക്ക് സമാന്തരമായിരിക്കും, പാരലലായിരിക്കും. അപ്പോൾ നോക്കിയോ, നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ കേസ് പറയാം. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വശത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന മറ്റു വര മറ്റ് രണ്ട് വരകളെയും ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കും എന്നുള്ള സാധനം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? 9ാം ക്ലാസ്സിലെ പാരലൽ ലൈൻസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എ ലൈൻ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ് അനദർ ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. അങ്ങനെ വരുമ്പോൾ therefore നമുക്ക് എന്ത് പറയാം? ഇവിടെ നിങ്ങൾ ഓൾറെഡി പറഞ്ഞൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഇ എന്ന് പറയുന്നത് എ ബിയുടെ മധ്യബിന്ദുവാണ് അല്ലേ? എ ബിയുടെ മിഡ് പോയിന്റ് ആണ് അല്ലേ? മിഡ് പോയിന്റ് അല്ലേ? മിഡ് പോയിന്റ് ഓഫ് എ ബി. അങ്ങനെ വരുമ്പോൾ ഈ മിഡ് പോയിന്റ് ആണെങ്കിൽ therefore ഡി ഓൾസോ എന്താണ്? ഡി ഈസ് ഓൾസോ മിഡ് പോയിന്റ്, മധ്യബിന്ദു ആയിരിക്കും. അതുകൊണ്ട് എ ഇ ഈക്വൽ ടു ഇ ബി ആയതുകൊണ്ട് നമുക്കെന്ത് പറയാം? എ ഡി ഈക്വൽ ടു ഡി സി ആയിരിക്കും. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കാരണങ്ങൾ ബ്രാക്കറ്റിൽ എഴുതി വെക്കണം. ഇൻ എനി ട്രയാങ്കിൾ വൺ സൈഡ് പാരലൽ ടു അതർ, വൺ ലൈൻ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ് അതർ ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. ഓക്കെ, ഒരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റ് രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കും. ഫുൾ മാർക്കായി. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതും ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ളതാ. എന്താ തെളിയിക്കാൻ പറഞ്ഞത്? രണ്ട് വൃത്തം വരച്ചിട്ടുണ്ട്. വൃത്തത്തിൻ്റെ വ്യാസമായിട്ടാണ് ആ സമപാർശ്വ ത്രികോണത്തിൻ്റെ ഐസോസിൽസ് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് വരച്ചത്. നമുക്ക് തെളിയിക്കേണ്ടത് അവിടെ വരച്ച പോയിന്റ്, ഈ ഒരു പോയിന്റ് ഇടാ. ഞാൻ ഇതിലും പേര് കൊടുക്കാം, നമുക്ക് പേര് കൊടുത്താൽ വേഗം കിട്ടും. ഇത് എ, ഇത് ബി, ഇത് സി. ഇവിടെ ഞാനൊരു എം കൊടുത്തു. എം മിഡ് പോയിന്റ് ആണ്, മധ്യപദമാണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? തെളിയിക്കേണ്ടത്. എങ്ങനെയാണ് ചെയ്യാന്നാണോ നോക്കിയോ? സിമ്പിൾ ഐഡിയ പേര് പറഞ്ഞുതരാം. ഞാനിവിടെ രണ്ട് ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുന്നു. രണ്ട് ട്രയാങ്കിളാണ് എടുക്കുന്നത്. ത്രികോണം എ ബി എം അങ്ങനെ നടുക്കൂടെ വരയ്ക്കണം. എ ബി എം അല്ലേ? എ ബി എമ്മും അതേപോലെ തന്നെ ട്രയാങ്കിൾ എ എം സിയും, രണ്ട് ട്രയാങ്കിൾ എടുക്കുന്നു. ഈ രണ്ട് ട്രയാങ്കിൾ മക്കളെ നോക്ക്, എ ബി ഈക്വൽ ടു എ സി അല്ലേ? കാരണം എന്താ? സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ രണ്ട് വശങ്ങൾ എ ബിയും എ സിയും തുല്യമാണ്. അതേപോലെ മക്കളെ എ എം ഈക്വൽ ടു എ എം, കാരണം എന്താ? കോമൺ സൈഡ്, രണ്ടിനും കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള സൈഡ് അല്ലേ? പൊതുവശം. ഇവിടെ ആംഗിൾ ബി എം എ ഈക്വൽ ടു ആംഗിൾ സി എം എ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. പരിപാടി കഴിഞ്ഞ്. അങ്ങനെയാവുമ്പോൾ മട്ടത്രികോണാണ്, രണ്ട് വശം ഒരു കോണും തുല്യമാണ്. therefore എന്ത് പറയാം? അതുകൊണ്ട് ത്രികോണം എ ബി എം ഈക്വൽ ടു ത്രികോണം എന്ത്? എ എം സി. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുന്ന കാര്യമാണിത്, ബി എം ഈക്വൽ ടു എം സി. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എം എന്തായി? എം ഈസ് ദ മിഡ് പോയിന്റ്. മിഡ് പോയിന്റ്. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രൂഫ്. അടുത്ത ചോദ്യം ഉറപ്പാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരും. ഓക്കെ, നാളത്തെ 9ാം ക്ലാസ് SSLC ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ കാണും, ഉറപ്പാണ്. ചിത്രത്തിലെ വൃത്തത്തിൽ ഇവിടെ നമുക്ക് തെളിയിക്കണം എന്താണെന്ന് വെച്ചാൽ, ചിത്രം വെച്ച് തന്നെ പറഞ്ഞുതരാം. എ പി സി എന്ന് പറയുന്ന ഒരു ആർക്കുണ്ട്, ചാപമുണ്ട്. ബി ക്യു ഡി എന്ന് പറയുന്ന മറ്റൊരു ചാപമുണ്ട്. അത് രണ്ടും കൂടി ചേർത്താൽ സെമി സർക്കിൾ കിട്ടും. എന്ത് കിട്ടും? സെമി സർക്കിൾ കിട്ടും, അർദ്ധവൃത്തം കിട്ടും എന്ന് തെളിയിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ പറഞ്ഞാൽ ആ രണ്ട് ചാപങ്ങളുടെ കേന്ദ്രകോണ് കിട്ടിയാൽ അർദ്ധവൃത്തത്തിൻ്റെ കേന്ദ്രകോണായിട്ടുള്ള 180 എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, സെൻട്രൽ ആംഗിൾ ഓഫ് ടു ആർക്ക് പ്ലസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. അപ്പോൾ ഞാൻ സെൻട്രൽ ആംഗിൾ വരയ്ക്കുന്നു. അതിന് മുന്നേ ഞാൻ ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. ഇങ്ങനൊരു വര വരച്ചിട്ട് ഈ ഒരു ആംഗിൾ ഞാൻ എക്സ് ആക്കി എടുത്ത്, ഈ ഒരു ആംഗിൾ ഞാൻ വൈ ആക്കി എടുത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ എക്സും വൈയും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും? ഇത് ഓൾറെഡി 90 ഡിഗ്രി ഉണ്ട് ഇവിടെ. അപ്പോൾ മറ്റേ രണ്ടും കൂടി കൂട്ടിയാലും 90 ഡിഗ്രി. എക്സ് പ്ലസ് വൈ 90 ആണ്. ഇനിയാണ് നമ്മൾ വരയ്ക്കുന്ന ആംഗിൾ. സെൻട്രൽ ആംഗിൾ വരച്ചു. ആരുടെ? എ പി സി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? വേഗം പറഞ്ഞേ, ഐഡിയ മാത്രം മതി. എ ഡി സി വൈ ആയതുകൊണ്ട് എ ഒ ആന്ന് ചോദിച്ചോ. ഒ സി എന്ന് പറയുന്നതടാ വൈൻ്റെ ഇരട്ടി 2y. അങ്ങനെ തന്നെ രണ്ടാമത്തെ നമ്മൾ വരച്ചാൽ ഇത് എക്സ് അല്ലേ, അപ്പോൾ ഇത് 2x. അപ്പോൾ നോക്കിക്കോ,
2y അല്ലെങ്കിൽ 2x plus 2y is equal to 2 into x plus y. That is equal, രണ്ടും കൂടി കൂട്ടിയതാ 2 into x plus y 90 അല്ലേ. സോ ആൻസർ വരിക 180. സിമ്പിൾ സാധനം ഇത്. പക്ഷേ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. നിങ്ങളിങ്ങനെ എഴുതണം. എന്ത്? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി സി ഈക്വൽ ടു 2y, സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി ഈക്വൽ ടു 2x. ആ രീതിക്ക് എഴുതണം. അങ്ങനെ എഴുതി വരണം. നമ്മൾ പറയുന്ന കാര്യം ഞാനിപ്പോൾ എന്താക്കുന്നതാണ് അങ്ങ് ഷോർട്ടാക്കി തരുന്നതാണ്. ഐഡിയ എന്താണെന്നുള്ളത് അത് നിങ്ങൾ എന്താക്കണം, എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതി വന്നാൽ പ്രൂഫായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ്. ചോദിക്കാൻ ഏറെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ നമ്മുടെ SSLC ഓണം എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് വരാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. പ്രൂവ് ദാറ്റ് ഐസോസെലസ് ട്രപ്പീസിയം ഈസ് സൈക്ലിക്. സമപാർശ്വലംബകം ചക്രീയമാണെന്ന് തെളിയിക്കുക എന്നുള്ളൊരു ചോദ്യം വരും. സിമ്പിൾ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്താൽ മതി മക്കളെ, ഒരു സമപാർശ്വലംബകം വരയ്ക്കുക. ഇങ്ങനൊരു സമപാർശ്വലംബകം വരയ്ക്കുക. സമപാർശ്വലംബകം വരച്ചിട്ട് അതിന് ഞാൻ പേര് കൊടുത്തു ABCD. ABCD എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഇനി മക്കൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി, അതിൻ്റെ കോണളവുകൾ എത്രയാണെന്ന് നോക്കിയാൽ മതി. നോക്കിയോ, അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ചെയ്താന്ന് പറഞ്ഞാൽ AB എന്ന് പറയുന്ന വശം DCക്ക് സമാന്തരമാണ്. അതേപോലെ AD എന്ന് പറയുന്ന വശം BCക്ക് തുല്യമാണ്. അതാണ് സമപാർശ്വലംബകം. ഇനി ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. കോൺ A ഈക്വൽ ടു കോൺ B ആയിരിക്കും. അതേപോലെ കോൺ C ഈക്വൽ ടു കോൺ D ആയിരിക്കും. ഓക്കെ, ഇനി ഒറ്റ പ്രോപ്പർട്ടി ഉണ്ട്. ആർന്നാണ് കളി മാറുന്നു. നോക്കിക്കോ, കോൺ Aയും കോൺ Dയും കൂടെ കൂട്ടിയാൽ 180. കോൺ Aയും കോൺ Dയും കൂടി കൂട്ടിയാൽ എന്താ? 180 കോൺ Aയും കോൺ Dയും കൂട്ടിയാൽ 180. അപ്പോൾ നോക്കിക്കോളടാ, D ആർക്ക് തുല്യ? Cക്ക് തുല്യല്ലേ. അപ്പോൾ ഞാൻ Dനെ അങ്ങ് മാറ്റി C എന്നായിരിക്കും. Therefore, angle A plus angle C equal to 180. അല്ലേ? എന്തുകൊണ്ടാ ആംഗിൾ എയും ആംഗിൾ സിയും 180 ആവാനുള്ള കാരണം എന്താ? സിയും ഡിയും തുല്യ. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ 180. സിയും എയും സിയും കൂടെ കൂട്ടിയാൽ 180. അത് എതിർകോണുകളല്ലേ? എതിർകോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആണെങ്കിൽ അതെന്താണ്? സൈക്ലിക് ആണ്. Therefore, it is cyclic. അല്ലേ? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് 180. Therefore, it is cyclic എന്ന് എഴുതിയിട്ട് 2 വരയാൻ കിട്ടേക്ക്. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, എന്ത് പറയാ? എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആയതുകൊണ്ട് സമപാർശ്വലംബകം ചക്രീയമാണ്. സിമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് കോളേറ്ററൽ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഏത് ചക്രീയ ചതുർഭുജത്തിലും ഒരു കോണിന്റെ പുറം കോണിന്റെ എതിർകോണിന് തുല്യമാണെന്ന് തെളിയിക്കുക. ചിത്രം വരച്ചാൽ മതി. ഞാൻ വരച്ചു തരാം. നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിൻ്റെ അകത്ത് ആര വരയ്ക്കുക? ഇങ്ങനെയൊരു സാധനം വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കും. നിങ്ങളിവിടെ തെളിയിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ മക്കളെ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. തെളിയിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നോക്കിക്കോ, ഈ കോണും തുല്യമാണെന്ന് തെളിയിക്കണം. ഐഡിയ ഇത്രയേ ഉള്ളൂ. ഞാനിത് എക്സ് എടുത്ത് അതിന് വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കുക ABCD. ഇവിടെ ഒരു കോൺ D ഈക്വൽ ടു എക്സ് എടുത്തു. ചക്രീയ ചതുർഭുജം അല്ലേ, സൈക്ലിക് അല്ലേ ABCD. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ 180 - x ആയിരിക്കും അല്ലേ? അതുകൊണ്ട് therefore ABC ഈക്വൽ ടു ആംഗിൾ ABC 180 - x. അപ്പോൾ തൊട്ടപ്പുറം വരുന്ന എന്താണ്? കോൺ CBE ഈക്വൽ ടു എക്സ്. കാരണം എന്താ? ലീനിയർ പെയർ ഓർമ്മയുണ്ടോ? 2 ആംഗിൾ കൂട്ടിയാൽ 180 കിട്ടുന്ന രേഖീയ ജോഡി എന്ന് പറയുമ്പോൾ രേഖീയ ജോഡി. ഓഹോ, സിമ്പിൾ. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. തുള്ളിച്ചാടി കിട്ടും മാർക്ക്. ഓക്കെ, സെറ്റാണേ. ഇങ്ങനെയാണ് പ്രൂഫ് പഠിക്കുക. സിമ്പിൾ ഐഡിയ, സിമ്പിൾ സാധനം. ഇതങ്ങ് പഠിച്ചാൽ മതി. ഇല്ല, എന്നാൽ വലിയ ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട, നമുക്ക് കാര്യം പറഞ്ഞുതരാം. ഇങ്ങനെ 3 സർക്കിൾ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കോഡിലായിട്ട് വന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് അത് സൈക്ലിക് ആണ് എന്ന് തെളിയിക്കണം. PQRS ഒക്കെ ഉണ്ട്. ആ ചിത്രം കാണുന്നുണ്ടോ നിങ്ങൾ? പറഞ്ഞുതരാം. ഒരു പരിപാടിയില്ല. ഞാൻ ആദ്യം ഇവിടെ ഒന്ന് ഇങ്ങനെ വരയ്ക്കുന്നു. കുറച്ചുകൂടി കട്ടി വരയ്ക്കാം. ഒന്ന് ഇവിടെ വരയ്ക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഞാൻ 3 ആക്കി മാറ്റി. 3 തുല്യ. 3 തുല്യമല്ല, 3 എന്താണ്? ചക്രീയ ചതുർഭുജങ്ങളാണ്. സൈക്ലിക് കോളിലേറ്ററാണ്. ഇനി സിമ്പിളാണ്. ഇവിടെ ഞാൻ എക്സ് കൊടുത്തു. അത് എക്സ് ആണെങ്കിൽ സാറേ ഇതെന്താണ്? 180 - x ആണ്. ഇപ്പം 180 - x കിട്ടി. അപ്പോൾ നേരെ നമ്മൾ പറഞ്ഞതിനോട് രേഖീയ ജോഡി എന്നാണ്. അവിടെ എന്ത് കിട്ടി? എക്സ് കിട്ടി.
ഇത് എക്സ് കിട്ടിയ ഇവിടെ അവിടെ ഉണ്ട് എന്താണ് 180 മൈനസ് എക്സ്, ഇത് എക്സ്, ഇതെന്താണ് 180 മൈനസ് എക്സ്. കിട്ടിയേ? ഇങ്ങനെ എഴുതി കഴിഞ്ഞേ. ഇനി നോക്കിക്കോളെ മക്കളെ, ഞാൻ സിമ്പിൾ പരിപാടി കാണിച്ചു തരാം. ഇവിടെ കോൺ എ എന്ന് പറയുന്നത് എക്സും കോൺ ഡി എന്ന് പറയുന്നത് 180 മൈനസ് എക്സും കിട്ടി. ഞാൻ രണ്ടും കൂടി കൂട്ടുന്നു. ആ രണ്ടും എതിർകോണുകളാണ്. അത് കൂട്ടുമ്പോൾ കോൺ എ പ്ലസ് കോൺ ഡി ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടുക 180 ആണ്. കാരണം ഇവിടെ പ്ലസ് എക്സും മൈനസ് എക്സും കൂടി ക്യാൻസൽ ആവും. എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആയതുകൊണ്ട് അത് ചക്രീയ ചതുർഭുജമാണ്. The sum of opposite angle is 180, therefore it is cyclic quadrilateral. കഴിഞ്ഞു, പ്രൂഫായി. 4 മാർക്ക്. ഓക്കെ, 4 മാർക്ക്. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്. ഇത് ഇവിടെ നിന്ന് തന്നെ പറയണം. ഇങ്ങനെ വെക്കുന്നുണ്ടേ, പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു പൊട്ട ക്വസ്റ്റ്യനും കൂടിയാണ്. കാരണം ചിലവിൽ സർക്കിൾ ആദ്യം വരച്ചിട്ടാണ്, വൃത്തം വരച്ച്. ഇനി നമ്മളോട് പറയുന്ന PQRS എന്താണെന്ന് തെളിയിക്കണം, ചക്രീയമാണ് എന്ന് തെളിയിക്കണം. PQRS എന്താണെന്ന് തെളിയിക്കണം, ചക്രീയമാണ്. ചതുർഭുജം അല്ലേ, ചതുർഭുജം PQRS എന്താണെന്ന് തെളിയിക്കണം, ചക്രീയമാണ് എന്ന് പറയണം, സൈക്ലിക് ആണെന്ന് തെളിയിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരച്ച ഓരോ വരകളും ഓരോ മൂലയുടെ എന്താണെന്ന് പറഞ്ഞാൽ സമഭാജികളാണ്, ബൈസെക്ടേഴ്സ് ആണ്. അപ്പം ഞാൻ ഇങ്ങനെ എടുത്തു. കോൺ എ ഈക്വൽ ടു സ്മോൾ എ, കോൺ ബി ഈക്വൽ ടു സ്മോൾ ബി, കോൺ സി ഈക്വൽ ടു സ്മോൾ സി, കോൺ ഡി ഈക്വൽ ടു സ്മോൾ ഡി. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എ മൊത്തം എ സ്മോൾ എ ആയതുകൊണ്ട് ഇത് a/2, ഇത് ഡി ആയതുകൊണ്ട് ഇത് d/2. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എങ്ങനെയാണ് കാണാം? അതായത് ആംഗിൾ DSA ഈക്വൽ ടു 180 മൈനസ് a/2 പ്ലസ് d/2 അങ്ങനെ കിട്ടും. ഓക്കെ, ഇനി എൻ്റെ വേറെ ചോദ്യം ഉണ്ട്. ഇവിടെ എയും ബിയും സിയും ഡിയും കൂടി കൂട്ടിയാൽ, 4 കോണും കൂടി കൂട്ടിയാൽ എന്താ, ചതുർഭുജല്ലേ, 360 ആയിരിക്കും. അക്കാര്യം ഓർത്ത് വെക്കാം. ഇനി ഇതിട്ടാണെങ്കിൽ അതിന് ഇപ്പുറവും വരിക രണ്ടും. അതായത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, മറുകോൺ തുല്യമാണ് എന്നുള്ള സാധനം പഠിച്ചു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആംഗിൾ RSP സെയിം 180 മൈനസ് a/2 പ്ലസ് d/2. അങ്ങനെ തന്നെ ഇപ്പുറം നോക്കുമ്പോൾ ഇത് b/2 ആണ്, ഇത് c/2 ആണ്. അപ്പോൾ ഇവിടെ കിട്ടുക എന്താ, കോൺ CQB എന്ന് പറഞ്ഞാൽ 180 മൈനസ് b/2 പ്ലസ് എന്ത് കിട്ടി, c/2 കിട്ടി. b/2 പ്ലസ് c/2. കുറച്ച് ഞാൻ ചെറുതാക്കട്ടെ. ഓക്കെ ആണോ, കാണുന്നുണ്ടോ? ഓക്കെ, ഇനി അത് എന്നിപ്പുറം കിട്ടുക. അതായത് therefore കോൺ RQP ഈക്വൽ ടു 180 മൈനസ് b/2 പ്ലസ് c/2. 2 കിട്ടി. ഇനി നമുക്ക് ആ രണ്ട് കോണുകൾ കൂട്ടിയാൽ 180 ആണ് തെളിയിച്ചാൽ പോരെ. ഇത് എതിർകോണുകളല്ലടാ, ആ 2 കോണുകൾ എതിർകോണല്ലേ നമുക്ക് കിട്ടിയേ. അപ്പോൾ നോക്കിയാൽ ഞാൻ ആ രണ്ടും കൂടി കൂട്ടിയാൽ 180 മൈനസ് a/2 പ്ലസ് d/2 പ്ലസ് 180 മൈനസ് b/2 പ്ലസ് c/2. 180 കൂടി കൂട്ടിയാൽ 360 മൈനസ് ഇത് ഞാൻ കോമൺ ആയിട്ട് a പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഓൾ ഡിവൈഡഡ് ബൈ 2 കിട്ടും. അപ്പോൾ 360 മൈനസ് a പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ 360 അല്ലേ. 360ൻ്റെ പകുതി എത്രയാ, 150. ദാറ്റ് ഈസ് ഈക്വൽ ടു 360 പോയാൽ 150 ആൻസർ. അപ്പോൾ എതിർകോണുകളുടെ തുക 150 ആയതുകൊണ്ട് അതെന്താണ്, ചക്രീയമാണ്. സിമ്പിളാണ്. സ്കൂളൊക്കെ ചിലപ്പോൾ കുറേയൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതൊന്നും വേണ്ട, നമുക്ക് സിമ്പിൾ സാധനം മതി. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് എന്തായി, ഇതിൻ്റെ 5 മാർക്കും എൻ്റെ മക്കൾക്ക് കിട്ടും. സെറ്റാണ്. ഇനി ഇത്രയും സാധനങ്ങൾ ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൻ്റെ അന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമുക്ക് പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ഇതാ, ABC ആർ ദ പോയിന്റ്സ് ഓൺ എ സർക്കിൾ വിത്ത് സെൻറ്റർ OCA എന്ന് പറയുന്ന ആംഗിൾ ഇടാ എക്സ് തന്നിട്ടുണ്ട്. ഇവിടെ എക്സ് ആണ്. വാട്ട് ഈസ് OAC? നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, അതും എക്സ് ആയിരിക്കും. കാരണം സമപാർശ്വ ത്രികോണമാണ് അല്ലേ. ABC എന്നിവ O കേന്ദ്രമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. OCA എക്സ് ആയാൽ OACയുടെ അളവ് എന്താണ്? അടുത്ത് പ്രൂവ് ചെയ്യാൻ പറയുന്ന സാധനം നോക്ക് മക്കൾ. പ്രൂവ് ചെയ്യാൻ എന്താണ്, ABCന്ന് OCA മൈനസ് ചെയ്താൽ 90 കിട്ടും, തെളിയിക്കണം അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക, ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താ, ABC എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ ഒരു പരിപാടി നമ്മൾ ആൻസർ ആയി. അപ്പോൾ ഇതെത്രയാണോ, ഇത് 180 മൈനസ് 2x അല്ലേ. അതായത് കോൺ AOC എന്ന് പറയുന്നത് 180 മൈനസ് 2x കിട്ടും. അപ്പോൾ നമ്മൾ മോളോട്ട് വരച്ച് കഴിഞ്ഞാൽ മോളിലുള്ള ആംഗിൾ എന്താ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി ആയിരിക്കും. ഞാനിപ്പോൾ അതിനൊരു അത് 180 മൈനസ് 2x പകുതി എന്ന് പറയുമ്പോൾ 90 മൈനസ് x
അല്ലേ? ഈ ആംഗിൾ 90 മൈനസ് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും എന്നറിയോ? ഇതെന്തായിരിക്കും? വേഗം പറഞ്ഞേ. അതെന്താ വരിക? ആ ആംഗിൾ കാണാൻ 180 നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 150 കിട്ടുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, താഴത്തെ എ ബി സി എന്ന് പറഞ്ഞ കോണും മുകളിലുള്ള കോണും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. അപ്പം 150 ആരെ മൈനസ് ചെയ്താൽ മതി? 90 മൈനസ് എക്സ്. ദാറ്റ് ഈസ് 180 മൈനസ് 90 പ്ലസ് എക്സ് എന്നാണ്. അപ്പോൾ ആൻസർ വരിക 90 പ്ലസ് എക്സ് എന്ന് കിട്ടി. താഴത്തെ കോണ് ഇത് 90 പ്ലസ് എക്സാണ്. ഓക്കെ, അപ്പോൾ ആരെന്ന് കുറയ്ക്കുകയല്ലേ? 90 പ്ലസ് എക്സിൻ്റെ അകത്തുനിന്ന് ആരെ കുറയ്ക്കണം? OCA എക്സ് കുറയ്ക്കണം. ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്താ? 90. ഇങ്ങനെയാണ് ചോദ്യം വരിക. ഇത്രയാണ് സർക്കിൾസിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്ന പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ്. ഇത്രയും പഠിച്ചാൽ മാത്രം മതി മക്കളെ, നമ്മൾ എന്ത് ചെയ്യും? സെറ്റാവും. ഇനി എൻ്റെ മക്കൾക്ക് ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് സാറ് കൃത്യം എത്ര മണിക്കടാ? 7:30 MS സൊല്യൂഷൻ്റെ SSLCൻ്റെ ചാനലിൽ വരുന്നുണ്ട്. മക്കൾ വന്നോ? 3 ചാപ്റ്റർ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള 3 ചാപ്റ്റർ: അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, സർക്കിൾസ്. ഓക്കെ, സമാന്തര ശ്രേണിയും ബീജഗണിതവും വൃത്തങ്ങളും കോണുകളും, ഇത്രയും ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് സാർ എടുത്തു തരും. ഒരു പ്രശ്നവും വേണ്ട. ഓക്കെ, സാറുണ്ടാവും, വർഷ മിസ് ഉണ്ടാവും, സുമയ്യ മിസ് ഉണ്ടാവും. നമുക്ക് അടിച്ചു പൊളിച്ച് നല്ല പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് നല്ല സെറ്റാക്കി തരാം. ഇന്ന് നടന്ന 9ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 26 ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ 26 ചോദ്യങ്ങളിൽ അറൗണ്ട് ഒരു 20ൻ്റെ മേലെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നാളത്തെ പരീക്ഷ അങ്ങനെ തന്നെയായിരിക്കും, സെറ്റാക്കി തരും. അപ്പോൾ വന്നോ, 7:30 MS സൊല്യൂഷൻ്റെ യൂട്യൂബ് ചാനൽ. നന്നായിട്ട് പഠിക്കാം, നമ്മുടെ കൂടെ പഠിക്കാം. ഓക്കെ, MS സൊല്യൂഷൻ ഇനി എന്തിന്? വേറെ സൊല്യൂഷൻ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, 7:30 കാണാം.